ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് പബ്ലിക് ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റത്തിനെ പറ്റിയാണ്. പബ്ലിക് ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റത്തിനെ പറ്റിയാണ് ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത്. പബ്ലിക് ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റത്തിൻ്റെ മറ്റൊരു പേരാണ് ഇന്ത്യൻ ഫുഡ് സെക്യൂരിറ്റി സിസ്റ്റം. ഇന്ത്യൻ ഫുഡ് സെക്യൂരിറ്റി സിസ്റ്റം ഇത് ഏത് മിനിസ്ട്രിയുടെ കീഴിലാണ് വരുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മിനിസ്ട്രി ഓഫ് കൺസ്യൂമർ അഫയേഴ്സ് ആൻഡ് പബ്ലിക് ഡിസ്ട്രിബ്യൂഷൻ. മിനിസ്ട്രി ഓഫ് കൺസ്യൂമർ അഫയേഴ്സ് ആൻഡ് പബ്ലിക് ഡിസ്ട്രിബ്യൂഷൻ്റെ കീഴിലാണ് നമ്മുടെ പബ്ലിക് ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റം നിലവിൽ വരുന്നത്. കേന്ദ്രത്തിനും സംസ്ഥാനത്തിനും പബ്ലിക് ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റത്തിൻ്റെ കാര്യത്തിൽ ഒരേപോലെയുള്ള പങ്കുകളാണ്. കേന്ദ്രത്തിനു വേണ്ടി ഫുഡ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യയാണ് കാര്യങ്ങൾ ചെയ്യുന്നത്. കേന്ദ്രത്തിനു വേണ്ടി ഫുഡ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യയാണ് കാര്യങ്ങൾ ചെയ്യുന്നത്. അപ്പോൾ എന്താണ് ഈ ഫുഡ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ എന്ന് നമുക്ക് പറയാം. ജനുവരി 14 1965 നിലവിൽ വരുന്നു ഫുഡ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ. ആദ്യത്തെ ഹെഡ്ക്വാർട്ടേഴ്സ് ചെന്നൈയിലായിരുന്നു, എന്നാൽ നിലവിൽ ഡൽഹിയിൽ. ആദ്യത്തെ ഹെഡ്ക്വാർട്ടേഴ്സ് ചെന്നൈയിലായിരുന്നു, എന്നാൽ നിലവിൽ ഡൽഹിയിൽ. ഇനി ഫുഡ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യയുടെ ദൗത്യം എന്താണെന്ന് ചോദിച്ചാൽ ഭക്ഷ്യവസ്തുക്കൾ സംഭരിച്ചു വയ്ക്കുക, ഓരോ സംസ്ഥാനങ്ങൾ അല്ലെങ്കിൽ യൂണിയൻ ടെറിട്ടറികളിലേക്ക് അതിനെ കൊണ്ടുപോകുക അല്ലെങ്കിൽ ട്രാൻസ്പോർട്ടേഷൻ നടത്തുക. അതാണ് നമ്മുടെ ഫുഡ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യയുടെ ധർമ്മം എന്ന് പറയുന്നത്. അപ്പോൾ ഫുഡ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ ആരുടെ കീഴിലാണ് എന്ന് ചോദിച്ചാൽ കേന്ദ്രം. പബ്ലിക് ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റത്തിൽ കേന്ദ്രത്തിനു വേണ്ടി ഇടപെടുന്നത് ഫുഡ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യയാണ്. ഫുഡ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ എന്നാണ് സ്ഥാപിതമായത് ചോദിച്ചാൽ 1965 ജനുവരി 14. 1965 ജനുവരി 14 ഫുഡ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ സ്ഥാപിതമാകുന്നത്. ഇതിൻ്റെ പ്രധാനപ്പെട്ട ധർമ്മങ്ങളാണ് ഭക്ഷ്യവസ്തുക്കൾ സംഭരിക്കുക, ഓരോരോ സ്റ്റേറ്റുകളിലേക്ക് അത് കൊണ്ടുപോവുക, ട്രാൻസ്പോർട്ടർ ചെയ്യുക എന്നുള്ളതാണ്. ഫുഡ് കോർപ്പറേഷൻ്റെ ആദ്യത്തെ തലസ്ഥാനം അല്ലെങ്കിൽ ഹെഡ്ക്വാർട്ടേഴ്സ് ചെന്നൈയിലായിരുന്നു, എന്നാൽ നിലവിൽ ഡൽഹിയിലാണ്. ഇതിന് പ്രധാനമായിട്ട് 6 സോണുകൾ ഉണ്ടെന്ന് കൂടെ നമ്മൾ ഓർത്തു വയ്ക്കുക. ഇനി നമുക്ക് സ്റ്റേറ്റിൻ്റെ ധർമ്മത്തിലേക്ക് പോകാം. ഇപ്പോൾ പബ്ലിക് ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റത്തിൽ എന്താണ് സ്റ്റേറ്റിനുള്ള പങ്ക് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അർഹരായ കുടുംബക്കാർക്ക്, അതായത് നമ്മുടെ നാട്ടിലറിയാം BPL APL തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതിൽ അർഹരായ ആളുകളെ കണ്ടെത്തുക, അത് ഒന്നാമത്തെ ധർമ്മം, സ്റ്റേറ്റിൻ്റെ ധർമ്മം. രണ്ടാമത്തേതെന്ന് പറഞ്ഞാൽ ഇഷ്യൂയിങ് ഓഫ് റേഷൻ കാർഡുകൾ ഇഷ്യൂ ചെയ്യുക. മൂന്നാമത്തേതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏതാണ്? സൂപ്പർവിഷൻ ഓർ മോണിറ്ററിങ് ഓഫ് ഫെയർ പ്രൈസ് ഷോപ്പുകൾ. ഫെയർ പ്രൈസ് ഷോപ്പുകളെ മോണിറ്റർ ചെയ്യുക. അപ്പോൾ എന്താണ് ഈ ഫെയർ പ്രൈസ് ഷോപ്പ് എന്ന് നമുക്ക് സംശയം തോന്നാം. അപ്പോൾ ദി എസൻഷ്യൽ കമ്മോഡിറ്റി ആക്ട് 1955 പ്രകാരം, എസൻഷ്യൽ കമ്മോഡിറ്റി ആക്ട് 1955 പ്രകാരം, അതിലെ സെക്ഷൻ 3 പ്രകാരം റേഷൻ ഉടമകൾക്ക് അവരുടെ സബ്സിഡി കൊടുക്കുന്ന സ്ഥലങ്ങളെയെല്ലാം നമുക്ക് ഫെയർ പ്രൈസ് ഷോപ്പുകൾ എന്ന് വിളിക്കാം. റേഷൻ കട, സപ്ലൈകോ, അങ്ങനെയൊക്കെ ഉള്ളതായിരിക്കാം. അപ്പോൾ സ്റ്റേറ്റിൻ്റെ ധർമ്മങ്ങൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കറക്റ്റായിട്ടുള്ള അർഹരായ വ്യക്തികളെ ഐഡൻറ്റിഫൈ ചെയ്യുക, റേഷൻ കാർഡുകൾ ഇഷ്യൂ ചെയ്യുക, രണ്ടാമത്തേത്. മൂന്നാമത്തേതെന്ന് പറയുമ്പോൾ ഫെയർ പ്രൈസ് ഷോപ്പുകൾ അവരെ മോണിറ്റർ ചെയ്തുകൊണ്ടേയിരിക്കുക. എന്താണ് ഫെയർ പ്രൈസ് ഷോപ്പുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എസൻഷ്യൽ കമ്മോഡിറ്റി ആക്ട് 1955 പ്രകാരം, അതിൻ്റെ സെക്ഷൻ 3 പ്രകാരം നിലവിൽ വന്ന അല്ലെങ്കിൽ ജനങ്ങൾക്ക് അവരുടെ സബ്സിഡി നിരക്കിൽ, റേഷൻ ഉടമകൾക്ക് അവരുടെ സബ്സിഡി നിരക്കിൽ സാധനം വിതരണം ചെയ്യുന്ന സ്ഥലങ്ങളെയെല്ലാം നമുക്ക് ഫെയർ പ്രൈസ് ഷോപ്പുകൾ എന്ന് വിളിക്കാം. ഇനി നമുക്ക് പബ്ലിക് ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റത്തിൻ്റെ ചരിത്രപരമായ കാര്യങ്ങളിലേക്ക് പോയി കഴിഞ്ഞാൽ 2ാം ലോക മഹായുദ്ധ കാലഘട്ടത്തിൽ ഒരു യുദ്ധാനന്തര അടിസ്ഥാനത്തിലാണ് ഈ പബ്ലിക് ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റം തുടങ്ങിയത്. എന്തിനു വേണ്ടിയാണെന്ന് വെച്ചാൽ ആരും പട്ടിണി കിടന്ന് മരിക്കാതിരിക്കുക, യുദ്ധസമയത്ത് ആരും പട്ടിണി കിടന്നൊന്നും മരിക്കാതിരിക്കുവാൻ വേണ്ടി കൊണ്ടുവന്ന ഒരു പദ്ധതിയാണ് പബ്ലിക് ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റം. എന്നാൽ 1960 കാലഘട്ടങ്ങളിൽ നമ്മൾ ഇതിനു വേണ്ടി ഉപയോഗിച്ച പല വസ്തുക്കളും അല്ലെങ്കിൽ വിതരണം ചെയ്തുകൊണ്ടിരിക്കുന്ന അരി തുടങ്ങിയ കാര്യങ്ങളൊക്കെ പല രാജ്യങ്ങളിൽ നിന്ന് ഇമ്പോർട്ട് ചെയ്ത വസ്തുക്കളാണ് നമ്മൾ പബ്ലിക് ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റത്തിൽ ഉപയോഗിച്ചു കൊണ്ടിരുന്നത്. പിന്നെ 1960 കഴിയുമ്പോൾ, 60 ആ ഒരു കാലഘട്ടത്തിലേക്ക് വരുമ്പോൾ
അവിടെ നമ്മുടെ രാജ്യത്ത് വീണ്ടും ഭക്ഷ്യക്ഷാമം വർദ്ധിക്കുന്ന ഒരു രംഗം നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ 1960 ഭക്ഷ്യക്ഷാമം ഉണ്ടാകുന്നു. തുടർന്ന് ഇതിനെ പ്രതിരോധിക്കുവാൻ വേണ്ടി നമ്മുടെ ഗവൺമെൻറ് 2 സാധനങ്ങൾ രൂപീകരിക്കുന്നു. ഒന്നാണ് അഗ്രികൾച്ചറൽ പ്രൈസ് കമ്മീഷൻ, 2 FCI, ഫുഡ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ. ഇനി അഗ്രികൾച്ചറൽ പ്രൈസ് കമ്മീഷനെ പറ്റി പറഞ്ഞു കഴിഞ്ഞാൽ അതെന്നാണ് സ്ഥാപിതമായെന്ന് ചോദിച്ചാൽ 1965 കാലഘട്ടത്തിലാണ് നമ്മുടെ അഗ്രികൾച്ചറൽ പ്രൈസ് കമ്മീഷൻ സ്ഥാപിതമാകുന്നത്. ഇതൊരു സ്റ്റാറ്റ്യൂട്ടറി ബോഡിയാണ്, ഡീസെൻട്രലൈസ്ഡ് ഏജൻസിയാണ്. ഇതൊരു സ്റ്റാറ്റ്യൂട്ടറി ബോഡിയുമാണ്, ഡീസെൻട്രലൈസ്ഡ് ഏജൻസിയാണ്. ഏത് മിനിസ്ട്രിയുടെ കീഴിലാണെന്ന് ചോദിച്ചാൽ മിനിസ്ട്രി ഓഫ് വെൽഫെയർ ഓഫ് ഫാർമേഴ്സ് ആൻഡ് അഗ്രികൾച്ചർ. അപ്പോൾ ഇത് ഏത് മിനിസ്ട്രിയുടെ കീഴിലാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ അഗ്രികൾച്ചറൽ പ്രൈസ് കമ്മീഷൻ 1965 കാലഘട്ടത്തിൽ വരുന്നു. ഇത് ഏത് മിനിസ്ട്രിയുടെ കീഴിലാണെന്ന് ചോദിച്ചാൽ മിനിസ്ട്രി ഓഫ് അഗ്രികൾച്ചർ ആൻഡ് വെൽഫെയർ ഓഫ് ഫാർമേഴ്സിൻ്റെ കീഴിലാണ് ഈ സംവിധാനം അല്ലെങ്കിൽ അഗ്രികൾച്ചറൽ പ്രൈസ് കമ്മീഷൻ വരുന്നത്. ഇതൊരു സ്റ്റാറ്റ്യൂട്ടറി ബോഡിയാണ്, മാത്രമല്ല ഇതൊരു ഡീസെൻട്രലൈസ്ഡ് ഏജൻസിയാണ്. ഇതിൻ്റെ പ്രധാനപ്പെട്ട ധർമ്മം എന്ന് പറയുന്നത് MSP റെക്കമെൻഡ് ചെയ്യുക ഗവൺമെൻറ്റിന്. MSP എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ താങ്ങുവിലയാണ്. ആ താങ്ങുവില ഗവൺമെൻറ്റിന് റെക്കമെൻഡ് ചെയ്യുന്ന സ്ഥാപനമാണ് നമ്മുടെ അഗ്രികൾച്ചറൽ പ്രൈസ് കമ്മീഷൻ. ഇതിൻ്റെ പഴയ പേരാണ് ദി കമ്മീഷൻ ഓഫ് അഗ്രികൾച്ചറൽ കോസ്റ്റ് ആൻഡ് പ്രൈസ്. ദി കമ്മീഷൻ ഓഫ് അഗ്രികൾച്ചറൽ കോസ്റ്റ് ആൻഡ് പ്രൈസ് എന്നതാണ് ഇതിൻ്റെ പഴയ പേര്. ഇത് 1985 ഈ പേര് മാറ്റം സംഭവിക്കുന്നത്. ഇപ്പോൾ MSPയെ പറ്റി പറഞ്ഞപ്പോൾ ഒരു കാര്യം കൂടെ പറയണം. MSP നമ്മുടെ രാജ്യത്ത് 23 കമ്പോഡിറ്റികൾക്കും MSP ഉണ്ട്, അല്ലെങ്കിൽ താങ്ങുവിലയുണ്ട്. എത്രയൊക്കെയാണ് താങ്ങുവിലയെന്ന് റെക്കമെൻഡ് ചെയ്യുന്ന സ്ഥാപനമാണ് ഞാൻ ഈ പറഞ്ഞ അഗ്രികൾച്ചറൽ പ്രൈസ് കമ്മീഷൻ, അല്ലെങ്കിൽ ദി കമ്മീഷൻ ഓഫ് അഗ്രികൾച്ചറൽ പ്രൈസ് കോസ്റ്റ് ആൻഡ് പ്രൈസ് എന്ന് പറയുന്ന സ്ഥാപനം. എന്നാൽ അത് പ്രഖ്യാപിക്കുന്നത് ഈ MSP പ്രഖ്യാപിക്കുന്നത് ആരാണെന്ന് ചോദിച്ചാൽ എക്കോണമിക്കൽ അഫയേഴ്സിലെ ക്യാബിനറ്റ് കമ്മിറ്റിയാണ് MSP പ്രഖ്യാപിക്കുന്നത്. ഇനി അത് MSPയെ പറ്റി പറഞ്ഞപ്പോൾ വേറൊരു കാര്യമാണ്, MSP ഉൽപാദനത്തിൻ്റെ 50% കൂടുതൽ ആയിരിക്കണം എന്ന് പറഞ്ഞ വ്യക്തി ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് MS സ്വാമിനാഥനാണ്. അദ്ദേഹം നാഷണൽ കമ്മീഷൻ ഓഫ് ഫാർമേഴ്സിൻ്റെ തലവനായിരുന്നപ്പോഴാണ് അദ്ദേഹം ഇപ്രകാരം പറഞ്ഞത്. എന്താണ് അദ്ദേഹം MS സ്വാമിനാഥൻ MSPയെ പറ്റി എന്താണ് പറഞ്ഞതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉൽപാദനത്തിൻ്റെ 50% കൂടുതലായിരിക്കണം അതിൻ്റെ താങ്ങുവില. അതാണ് MSPയെ പറ്റി നമ്മുടെ സ്വാമിനാഥൻ പറഞ്ഞത്. അപ്പോൾ 1970 കാലഘട്ടത്തിൽ സബ്സിഡറൈസ്ഡായ ഫുഡുകൾ നമ്മുടെ ഗവൺമെൻറ് കൊടുത്തു തുടങ്ങി. എന്നാൽ 1997 കാലഘട്ടത്തിൽ പുതിയ ഒരു രീതി ഫോളോ ചെയ്തു. അതിൻ്റെ പേരാണ് ടാർഗറ്റഡ് പബ്ലിക് ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റം. 1997 കാലഘട്ടമായപ്പോൾ ടാർഗറ്റഡ് പബ്ലിക് ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റം എന്ന നിലയിലേക്ക് കാര്യങ്ങൾ വന്നു. ഇത് എന്തിനു വേണ്ടിയാണ് കൊണ്ടുവന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സമൂഹം എടുത്തു നോക്കിക്കഴിഞ്ഞാൽ ഏറ്റവും പാവപ്പെട്ടവനും ഫുഡ് സെക്യൂരിറ്റി ഉറപ്പാക്കണം, ഏറ്റവും പാവപ്പെട്ടവനും ന്യൂട്രീഷൻ ഉള്ള ആഹാരം കഴിക്കണം, ഏറ്റവും പാവപ്പെട്ടവനും പട്ടിണി കിടക്കാൻ പാടില്ല, അവനും ആഹാരം കിട്ടണം എന്ന ഉദ്ദേശത്തോടു കൂടി കൊണ്ടുവന്ന ഒരു പദ്ധതിയാണ് ടാർഗറ്റഡ് പബ്ലിക് ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റം. ഇതിൻ്റെ ഫലമായിട്ടാണ് APL എന്നും BPL എന്നും 2 കാർഡുകളായി 1997 തിരിക്കുന്നത്. 1997 APL എന്നും BPL എന്നും 2 കാർഡുകളായി തിരിക്കുന്നു. തുടർന്ന് ഇനി അടുത്ത ഒരു കാര്യം, പബ്ലിക് ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റത്തിൻ്റെ അടുത്ത ഒരു നാഴികക്കല്ലെന്ന് പറയുന്നത് നാഷണൽ സാമ്പിൾ സർവേ നടന്നു. അതിൻ്റെ റിപ്പോർട്ട് പ്രകാരം ഇന്ത്യയിലുള്ള 5% ആൾക്കാർക്കും എന്നും അവർക്ക് 2 നേരം പോലും ആഹാരം കഴിക്കാൻ പറ്റാത്ത, 2 നേരം പോലും ദിവസം ആഹാരം കഴിക്കാൻ പറ്റാത്ത 5% ജനങ്ങൾ നമ്മുടെ ഇന്ത്യയിൽ ഉണ്ട് എന്ന് നാഷണൽ സാമ്പിൾ സർവേ റിപ്പോർട്ട് കൊടുക്കുന്നു. തുടർന്ന് നമ്മുടെ ഗവൺമെൻറ് ഡിസംബർ 2000
2000 ഒരു സ്കീം കൊണ്ടുവരുന്നു. അതിൻ്റെ പേരാണ് അന്ത്യോദന അന്ന യോജന എന്ന് പറഞ്ഞ് AAY എന്ന് പറയുന്ന ഒരു സ്കീം കൊണ്ടുവരുന്നു. ഈ സ്കീമിൻ്റെ ലക്ഷ്യമെന്ന് പറയുന്നത് ബി പി എല്ലും APLും ഉണ്ടെന്ന് പറഞ്ഞു. ആ BPL തന്നെ ഏറ്റവും പാവപ്പെട്ടവന് ഭക്ഷ്യസുരക്ഷ ഉറപ്പാക്കണം. ആ പാവപ്പെട്ടവനെ കണ്ടുപിടിച്ച് അവന് നല്ല രീതിയിലുള്ള ആഹാരം കൊടുക്കണം എന്ന ലക്ഷ്യമുള്ളത് കൊണ്ട് ഗവൺമെൻറ് ഒരു പ്രോജക്റ്റ് കൊണ്ടുവന്നു. അതിൻ്റെ പേരാണ് AAY, അന്ത്യോദന അന്ന യോജന. അതിൻ്റെ ലക്ഷ്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പാവപ്പെട്ടവനിലെ ഏറ്റവും പാവപ്പെട്ടവനും ഭക്ഷ്യസുരക്ഷ ഉറപ്പാക്കണം എന്ന് പറഞ്ഞ് കൊണ്ടുവരപ്പെട്ട ഒരു പദ്ധതിയാണ് AAY. ഇത് നിലവിൽ വരുന്നത് 2000 ആണെന്ന് ഓർക്കണം. ഇനി അടുത്ത ഒരു പ്രധാനപ്പെട്ട നിയമമാണ് ഫുഡ് സെക്യൂരിറ്റി ആക്ട്. അപ്പോൾ അടുത്ത ഒരു പ്രധാനപ്പെട്ട നിയമം അല്ലെങ്കിൽ പബ്ലിക് ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റത്തിലെ ഒരു പ്രധാനപ്പെട്ട നാഴികക്കല്ലാണ് സെപ്റ്റംബർ 2013 നിലവിൽ വന്ന നാഷണൽ ഫുഡ് സെക്യൂരിറ്റി ആക്ട് 2013 എന്ന് പറയുന്നത്. 13 ചാപ്റ്ററുകളും 4 ഷെഡ്യൂളുകളും 45 സെക്ഷനുകളുമുള്ള ഒരു നിയമം. 13 ചാപ്റ്ററുകളും 4 ഷെഡ്യൂളുകളും 45 സെക്ഷനുകളുമുള്ള ഒരു നിയമമാണ് നമ്മുടെ നാഷണൽ ഫുഡ് സെക്യൂരിറ്റി ആക്ട് 2013 എന്ന് പറയുന്നത്. റൈറ്റ് ടു ഫുഡ് ബിൽ എന്നറിയപ്പെടുന്ന നിയമം ഏതെന്ന് ചോദിച്ചാലും നാഷണൽ ഫുഡ് സെക്യൂരിറ്റി ആക്ട് 2013 ആണ്. ഈ നിയമപ്രകാരമാണ് നമ്മുടെ രാജ്യത്തുള്ള 2/3 ജനങ്ങൾക്കും സബ്സിഡി നിരക്കിലുള്ള ആഹാരം കൊടുക്കണമെന്ന് പറഞ്ഞ നിയമം. അപ്പോൾ നമ്മുടെ രാജ്യത്തിൽ 2/3 ജനങ്ങൾക്കും സബ്സിഡി നിരക്കിൽ ആഹാരം കൊടുക്കാൻ കാരണമായ നിയമം ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ഉത്തരമാണ് നാഷണൽ ഫുഡ് സെക്യൂരിറ്റി ആക്ട് 2013 എന്ന് പറയുന്ന നിയമം. ഇനി നമ്മൾ പറയാൻ പോകുന്നത് കുറച്ച് PDS അല്ലെങ്കിൽ പബ്ലിക് ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റത്തിൽ ഉണ്ടായ ചില റിഫോംസ് അല്ലെങ്കിൽ മാറ്റങ്ങളെ പറ്റിയാണ്. ഒന്നാമത് എന്ന് പറയുമ്പോൾ ആധാർ. പബ്ലിക് ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റത്തിൽ ആധാർ നിർബന്ധമാക്കി. എന്തിനു വേണ്ടിയാണ് ആധാർ നിർബന്ധമാക്കിയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഫേക്ക് റേഷൻ കാർഡുകൾ അർഹരായവരെ കറക്റ്റായിട്ട് കണ്ടെത്തുവാൻ വേണ്ടി, അഴിമതി തടയുവാൻ വേണ്ടി, ഡബിൾ കാർഡുകൾ തുടങ്ങിയ അഴിമതി തടയുവാൻ വേണ്ടി, കള്ളത്തരങ്ങൾ കാപട്യങ്ങൾ തടയുവാൻ വേണ്ടി ആധാർ നിർബന്ധമാക്കി. അത് ഒന്നാമത്തെ റിഫോംസ്. രണ്ടാമത്തെ റിഫോംസ് എന്ന് പറയുന്നത് വാധ്വ കമ്മിറ്റി, പീപ്പിൾ യൂണിയൻ ഫോർ സിവിൽ ലിബർട്ടീസ് എന്ന് പറയുന്ന ഒരു പ്രസ്ഥാനം സുപ്രീം കോടതിയിൽ ഒരു കേസ് ഫയൽ ചെയ്തു. തുടർന്ന് സുപ്രീം കോടതി ഒരു കമ്മിറ്റിയെ നിയോഗിക്കുന്നു. അതിൻ്റെ പേരാണ് വാധ്വ കമ്മിറ്റി. 2006 കാലഘട്ടത്തിലാണ് വാധ്വ കമ്മിറ്റി നിലവിൽ വരുന്നത്. വാധ്വ കമ്മിറ്റി അങ്ങനെ പബ്ലിക് ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റത്തിന് ഒരു റെക്കമെൻഡേഷൻ നൽകി. എന്താണ് റെക്കമെൻഡേഷൻ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പബ്ലിക് ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റത്തിൽ ഏറ്റവും നല്ല രീതിയിലുള്ള ടെക്നോളജി കൊണ്ടുവരണം. ഓരോ സ്റ്റേറ്റുകളും അവരുടെ സ്ഥലങ്ങളിൽ അവരുടെ കൺട്രോളിലുള്ള പബ്ലിക് ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റത്തിൽ ഒരു പുതിയ ടെക്നോളജികൾ ആഡ് ചെയ്യണം. ഇതുവഴി അഴിമതിയെ കുറയ്ക്കണം. ഇതാണ് വാധ്വ കമ്മിറ്റിയുടെ ആഹത്തുക എന്ന് പറയുന്നത്. തുടർന്ന് തമിഴ്നാട്ടിലേക്ക് വരുമ്പോൾ അവിടെ യൂണിവേഴ്സൽ PDS സിസ്റ്റമാക്കി. എല്ലാവർക്കും സബ്സിഡി നിരക്ക് എന്ന രീതിയിലേക്ക് യൂണിവേഴ്സൽ PDS സിസ്റ്റമാക്കി. മധ്യപ്രദേശ്, ഛത്തീസ്ഗഡ് തുടങ്ങിയ സ്ഥലങ്ങളിലേക്ക് വരുമ്പോൾ അവിടുത്തെ ഗവൺമെൻറ് GPS ട്രാക്കിങ്ങിനുള്ള ഡെലിവറികൾ നിർബന്ധമാക്കി. GPS ട്രാക്കിങ്ങിലുള്ള ഡെലിവറികൾ നിർബന്ധമാക്കി മധ്യപ്രദേശും ഛത്തീസ്ഗഡും പോലെയുള്ള സംസ്ഥാനങ്ങൾ. പല സംസ്ഥാനങ്ങളിലും ഡിജിറ്റൽ കാർഡുകൾ നിലവിൽ വന്നു തുടങ്ങി. ഓരോ പൗരന്മാർക്കും SMS മോണിറ്ററിംഗ് സിസ്റ്റം കൊണ്ടുവരാൻ തുടങ്ങി. അപ്പോൾ വാധ്വ കമ്മിറ്റിക്ക് ശേഷം പ്രധാനപ്പെട്ട മാറ്റങ്ങളാണ് നമ്മുടെ ഛത്തീസ്ഗഡ്, മധ്യപ്രദേശ് തുടങ്ങിയ സംസ്ഥാനങ്ങളിൽ ഉണ്ടായത്. അതിൻ്റെ കുറച്ച് ഉദാഹരണങ്ങളാണ് GPS ട്രാക്കിംഗ് ഡെലിവറി നിലവിൽ വന്നു. പിന്നെ ഡിജിറ്റൽ റേഷൻ കാർഡുകൾ നിലവിൽ വന്നു. മൂന്നാമത്തെന്ന് പറയുമ്പോൾ SMS മോണിറ്ററിംഗ് സിസ്റ്റം നിലവിൽ വന്നു. ഇനി അടുത്ത ഒരു
പ്രധാനപ്പെട്ട മാറ്റം എന്ന് പറയുന്നത് ഡയറക്റ്റ് ബെനിഫിറ്റ് ട്രാൻസ്ഫർ. ഡയറക്റ്റ് ബെനിഫിറ്റ് ട്രാൻസ്ഫർ എന്ന രീതി പബ്ലിക് ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റത്തിൽ ആഡ് ചെയ്തു. എന്താണ് ഈ ഡയറക്റ്റ് ബെനിഫിറ്റ് ട്രാൻസ്ഫർ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ജനുവരി 1, 2013 കൊണ്ടുവന്ന ഒരു സ്കീമാണ്. ഇത് പ്രകാരം സബ്സിഡി നിരക്കിൽ നൽകുന്ന സാധനങ്ങളുടെ പണം അത് ഓരോ പൗരൻ്റെയും ബാങ്ക് അക്കൗണ്ടിലേക്ക് ഡയറക്റ്റായിട്ട് ട്രാൻസ്ഫർ ചെയ്യണം എന്ന് പറഞ്ഞ ഒരു സിസ്റ്റമാണ് ഡയറക്റ്റ് ബെനിഫിറ്റ് ട്രാൻസ്ഫർ എന്ന് പറയുന്നത്. ഇപ്പോൾ ഡയറക്റ്റ് ബെനിഫിറ്റ് ട്രാൻസ്ഫർ സ്കീം എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. 2013 ജനുവരി 1 ഈ സ്കീം കൊണ്ടുവരുന്നത്. ഈ സ്കീം പ്രകാരം സബ്സിഡി നിരക്കിലുള്ള ക്യാഷ് ട്രാൻസ്ഫറുകൾ ഓരോ പൗരൻ്റെയും ബാങ്കിലേക്ക് ഡയറക്റ്റായിട്ട് അയച്ചു കൊടുക്കുക എന്നുദ്ദേശിച്ചു കൊണ്ടുവന്ന ഒരു സ്കീമാണ് ഡയറക്റ്റ് ബെനിഫിറ്റ് ട്രാൻസ്ഫർ എന്ന് പറയുന്നത്.